വെൽക്കം ടു സീൽ ടു നോ. അപ്പോൾ സീൽ ടു നോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് CPT ആണ്. CPC മെഡിക്കൽ കോഡിങ്ങിന്റെ ഒരു മേജർ പാർട്ടായ CPT പ്രൊസീജിയറൽ കോഡിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ പറഞ്ഞ 3 കമ്പണൻസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് സർവീസ് ആയിരുന്നു. നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം പ്ലേസ് ഓഫ് സർവീസ്. അതൊരു ഓഫീസ് വിസിറ്റ് ആയിരുന്നോ, ഇൻ പേഷ്യന്റ് ആണോ, ഔട്ട് പേഷ്യന്റ് ആണോ, അതോ ഹോസ്പിറ്റൽ വിസിറ്റ് ആണോ, അതോ ആ പേഷ്യന്റ് വെറുതെ കൺസൾട്ടേഷന് വേണ്ടി വന്നതാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്തു നമ്മളെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് എന്താ, പിന്നെ ന്യൂ പേഷ്യന്റ് എന്താ, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. കുറെ സിനാരിയോസ് തന്നു, നമ്മൾ കമന്റ് ചെയ്യാൻ പറഞ്ഞു. സിനാരിയോസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞു. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പോ നമ്മളുടെ ഈ വീഡിയോ, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ. കാരണം ഇവാലുവേഷൻ മാനേജ്മെന്റിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് വാസ് കവേർഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോ. അതിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ന്യൂ ആണോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട്. അപ്പൊ നമുക്ക് പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 2 വന്നിട്ട് ഞാൻ പറഞ്ഞു ലെവൽ ഓഫ് EM സർവീസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ലെവൽ എന്ന് പറയുന്ന ആ 3ാമത്തെ കമ്പണന്റ് മാത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കവർ ചെയ്തില്ല. ഈ പ്രാവശ്യം നമ്മൾ ലെവൽ അല്ല കവർ ചെയ്യുന്നത്. ലെവൽ അറിയാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങളുണ്ട്. 1, ഹിസ്റ്ററി അറിയണം. 2, വേണ്ട, വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ബാക്കി പറയാം. Alright, the first topic is concurrent care and transfer of care. അപ്പൊ കൺകറന്റ് കെയർ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് കെയർ എന്താണ്, ഈ 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നാലും ഞാനൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാമെന്ന് വിചാരിക്കണം. Concurrent care is a provision of similar services. Concurrent care exists when the services are performed by more than one physician or non-physician practitioner in the same group practice on the same date of service for the same patient. ഇത്രയും വലിയ ഒരു ഡെഫിനിഷൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ പേഷ്യന്റിന്റെ ലെഗ് അല്ലെങ്കിൽ ഹാൻഡ് ബ്രോക്കൺ ആണ്. അപ്പോൾ ഒരു ഓർത്തോ ഡോക്ടർ വന്ന് അത് ചെക്ക് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സർജറി വേണ്ടി വന്നു. അപ്പോൾ സർജറി വേണ്ടി വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസസും കൂടെ വേണ്ടി വന്നു. അപ്പോൾ വേറൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ഫ്രം ദ സെയിം സ്പെഷ്യാലിറ്റി ആൻഡ് ഗ്രൂപ്പ് വന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ 2 പേരും കൺകറന്റ് ആയിട്ട്, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ ദിവസം ഒരേ പേഷ്യന്റിന് അവരുടെ കെയർ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കൺകറന്റ് സർവീസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്ഫർ ഓഫ് കെയർ എന്ന്. Transfer of care എന്ന് പറഞ്ഞാൽ is the process whereby a physician or a qualified professional who is providing management for some or all of the patient's problem transfer the responsibility to another. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോ ആ പേഷ്യന്റിനെ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു പേഷ്യന്റ് ഇയാളിൽ വന്നു, ആ പേഷ്യന്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫിസിഷ്യനാണ്. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അദ്ദേഹം സർവീസസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അതിനുശേഷം അദ്ദേഹത്തിന് മറ്റൊരു ഫിസിഷ്യനിലേക്ക് ഫോർ ബെറ്റർ ട്രീറ്റ്മെന്റോ എന്തെങ്കിലും റീസൺ ആവും ഫുൾ സർവീസ് ആ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഇൻ കേസ് ആ പേഷ്യന്റ് ആ ഒരു ഫിസിഷ്യൻ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഓൾ ദി സർവീസസ് ടു അനദർ ഫിസിഷ്യൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ, കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കും. എല്ലാ സർവീസസിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ടു അനദർ ഫിസിഷ്യൻ. അങ്ങനെ നടക്കുവാണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ഫർ ഓഫ് കെയർ എന്ന് പറയും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Alright, so next topic, components of defining levels of EM services. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം
നമ്മുടെ ലെവൽ ഓഫ് EM സർവീസ്. ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും 4 ലെവലാണ് ഉള്ളത്. ഒന്ന് പ്രോബ്ലം ഫോക്കസ്ഡ്, 2 എക്സ്റ്റെൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ്, 3 ഡീറ്റെയിൽഡ്, 4 കോംപ്രിഹെൻസീവ്. ഈ 4 ലെവലിലേക്കാണ് നമ്മുടെ EM സർവീസസിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഏത് ലെവലിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് 7 കമ്പോണൻസ് തന്നിട്ടുണ്ട്. ആ 7 കമ്പോണൻസ് നോക്കുമ്പോൾ ഞാൻ വായിക്കാം. ഹിസ്റ്ററി എക്സാമിനേഷൻ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ MDM, കൗൺസിലിംഗ്, കോർഡിനേഷൻ ഓഫ് കെയർ, നേച്ചർ ഓഫ് പ്രസന്റിംഗ് പ്രോബ്ലം, ടൈം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ആ കമ്പോണൻസ് തന്നെ ഞാൻ ഗ്രീനിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് 3 കമ്പോണൻസ് ആണ് ശരിക്കും നമ്മുടെ കീ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ആ 3 കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഇവാലുവേഷൻ EM സർവീസ് ഏത് ലെവലാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ആദ്യത്തെ 3 കമ്പോണന്റ് ഏതാണോ നിങ്ങളുടെ പറയാം. ഹിസ്റ്ററി, 2 ഡിസിഷൻ മേക്കിംഗ്, 3 എക്സാമിനേഷൻ. ഈ 3 കാര്യം കൊണ്ടാണ് നമുക്ക് ലെവൽ ഓഫ് സർവീസ് ഏതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? ഇവിടെയാണ് മിക്കവാറും പേർക്ക് തെറ്റുന്നത്. ഏത് ലെവലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മിക്കവാറും പേർക്ക് തെറ്റുന്നത്. പക്ഷെ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. നമ്മളൊന്ന് തറോ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇന്ന യെസ് ഇത് ഇന്ന ലെവലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിൽ ശരി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നല്ല നമ്മുടെ ഈ ഒരു ഗൈഡ് ലൈൻസ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓൾറൈറ്റ്, സോ നമ്മുടെ കീ കമ്പോണൻസ് ആയ ഹിസ്റ്ററി, എക്സാമിനേഷൻ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അതിൽ തന്നെ ഫസ്റ്റ് കമ്പോണന്റ് ആയ ഹിസ്റ്ററിയാണ് ഞാൻ ഇന്നിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്രോഡായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററിയാണ്. കാരണം ഇപ്പൊ ഹിസ്റ്ററിയിലും ഉണ്ട് നമ്മുടെ ഈ 4 ലെവൽസ്, എക്സാമിനേഷനും ഉണ്ട് ഈ 4 ലെവൽസ്, മെഡിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനും ഉണ്ട് ഈ 4 ലെവൽസ്. ആദ്യം നമുക്ക് ഹിസ്റ്ററിയുടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. കണ്ടുപിടിക്കുന്നതല്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ്. അപ്പൊ ഹിസ്റ്ററിയിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഐ ഹാവ് അനദർ ട്രീ. അപ്പോൾ ഫസ്റ്റ് വൺ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. പിന്നെ ഒരു 3 ഹിസ്റ്ററി പറയുന്നുണ്ട്. പാസ്റ്റ് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി. ഇത് 3നെയും കൂടെ നമുക്ക് ഒന്നായിട്ട് വായിക്കാം. PFSH, പാസ്റ്റ്, ഫാമിലി, സോഷ്യൽ ഹിസ്റ്ററി. ഓക്കെ, പാസ്റ്റ്, ഫാമിലി ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളത് നമ്മൾ ഒറ്റ ഹിസ്റ്ററി ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിലും അതിൽ 3 കമ്പോണൻസ് ആണുള്ളത്. പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ സോഷ്യൽ ഹിസ്റ്ററിയും അതിലുണ്ട്. പിന്നെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഓൾറൈറ്റ്, ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. അപ്പൊ പ്രസന്റ് ആയിട്ടുള്ള ഇൽനെസ് ഇന്ന് ആ പേഷ്യന്റ് എന്തിന് വന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പെയിൻ ആയിട്ടാണ് പേഷ്യന്റ് വന്നിരിക്കുന്നത്. പേഷ്യന്റിന് റൈറ്റ് ഹാൻഡിൽ ഒരു ഹാൻഡ് പെയിൻ ഉണ്ട്. റൈറ്റ് ഹാൻഡ് പെയിൻ ആയിട്ട് ഇന്ന് പേഷ്യന്റ് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് 8 കമ്പോണൻസ് തന്നെ അത് പറയുന്നുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 8 കമ്പോണൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ലൊക്കേഷൻ, എവിടെയാണ് പെയിൻ. റൈറ്റ് ഹാൻഡ് എന്നുള്ള പെയിൻ, യെസ്, പെയിൻ ഇൻ റൈറ്റ് ഹാൻഡ്. ക്വാളിറ്റി ഓഫ് സിംറ്റം, ഷാർപ്പ് പെയിൻ ആണോ, മൈൽഡ് ആണോ, ഷാർപ്പാണോ, ക്വാളിറ്റി. പിന്നെ വരുന്ന സിവിയറിറ്റി പറയില്ല, പെയിൻ സ്കെയിലൊക്കെ തരാറില്ലേ, 1 to 10 പെയിൻ സ്കെയിൽ നിങ്ങൾക്ക് എത്രയാണ് പെയിൻ തോന്നിക്കുന്നത്, 10 ആണോ, 8 ആണോ, 9 ആണോ പെയിൻ സ്കെയിൽ. അതുപോലെ തന്നെ ഡ്യൂറേഷൻ, എന്ന് തുടങ്ങി, എത്ര നാളായി, ഡ്യൂറേഷൻ, ടൈമിങ്. പിന്നെ ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ടൈമിങ്ങിലാണോ, ഈവനിങ് ആണോ പെയിൻ, മോർണിംഗ് ആണോ പെയിൻ വരാറില്ലേ, യെസ്. ദെൻ കോണ്ടെക്സ്റ്റ്, എപ്പോഴാണ് ശരിക്കും ഈ പെയിൻ ബിഗിൻ ചെയ്യുന്നത്, ഫുൾ ടൈം പെയിൻ ആണോ അതോ ബിഗിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സമയമുണ്ടോ. പിന്നെ മോഡിഫൈങ് ഫാക്ടേഴ്സ്, പെയിൻ കൂടാനുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ. അതുപോലെ തന്നെ അസോസിയേറ്റഡ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 8 കാര്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അതിന് നമുക്ക് പറയാം, നമുക്ക് ബ്രീഫായിട്ട് ഹിസ്റ്ററി കൊടുക്കാം, ഡോക്ടേഴ്സ് കൊടുക്കാറില്ലേ ബ്രീഫായിട്ട്.
ഇന്ന ആൾക്ക് ഇന്ന തൊട്ട് ഇന്ന സമയം വരെ ഇതാണ്, പേഷ്യന്റിന് ഇത്ര പെയിനാണ് ഉള്ളത്, എത്ര പെയിൻ സ്കെയിലാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിനെ ബ്രീഫ് എന്ന് പറയും. എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചോദിച്ചറിയുന്നതിനെയാണ് എക്സ്റ്റെൻഡഡ് നമ്മൾ പെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് HPI എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്സിനെ നമ്മൾ HPI ആണെന്ന് നമ്മൾ അബ്രിവേറ്റ് ചെയ്ത് പറയുന്നത്. സോ ഞാൻ ഇനി തൊട്ട് HPI എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവില്ല. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. ഇനി നമുക്ക് നോക്കാം PFSH എന്താണെന്നുള്ളത്. PFSHൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് കൂടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പാസ്റ്റ് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയാണ്. ഇനി ഈ 3 ഹിസ്റ്ററിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പാസ്റ്റ് ഹിസ്റ്ററി. ഇനി ഒരു പേഷ്യന്റ് ഹാൻഡ് പെയിൻ ആയിട്ട് വരുമ്പോൾ ആ പേഷ്യന്റിന്റെ മൊത്തം ഹിസ്റ്ററി, ഇപ്പൊ ന്യൂ പേഷ്യന്റ് ആണ്, ഡോക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വന്നെയാണ്. അപ്പോൾ ആ പേഷ്യന്റ് നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കില്ലേ, ഡോക്ടേഴ്സ് എടുക്കാറില്ലേ? നമ്മളാണെങ്കിലും പോയ ഡോക്ടേഴ്സ് ചോദിക്കാറില്ലേ? ഇപ്പൊ പാസ്റ്റ് മേജർ ഇൽനെസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഓപ്പറേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഹോസ്പിറ്റലൈസേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ, അതിന്റെ റീസൺ എന്താണ്, പിന്നെ കറണ്ട് ആയിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ, അലർജീസ് ഉണ്ടോ, ഇപ്പം ഏജിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്സിനേഷൻസ് ഒക്കെ, ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരിക. ഇനി ഏതാണുള്ളത്? പാസ്റ്റ് ഫാമിലി. സോ നെക്സ്റ്റ്, ഫാമിലി ഹിസ്റ്ററിക്കകത്ത് ഇപ്പം എന്തെങ്കിലും ഒരു ഡെത്ത് നടന്നിട്ടുണ്ട് ഫാമിലിയിൽ, അല്ലെങ്കിൽ അവരുടെ കോസ് ഓഫ് ഡെത്ത് എന്താണ്, എന്തെങ്കിലും അസുഖം കൊണ്ടാണോ, പിന്നെ അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഏതാണ്? PFSH. S ഫോർ സോഷ്യൽ ഹിസ്റ്ററി. നമ്മൾ മാരീഡ് ആണോ, മെറിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, കറന്റ് നമ്മുടെ എംപ്ലോയ്മെന്റ്, ഓക്യുപ്പേഷൻ, പിന്നെ മിലിറ്ററി ഹിസ്റ്ററി എന്താണ്, യൂസ് ഓഫ് ഡ്രഗ്സോ ടൊബാക്കോയോ ആൽക്കഹോളോ ഉണ്ടോ, പിന്നെ ഏതെങ്കിലും അലർജീസ് ഉണ്ടോ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, സെക്ഷുവാലിറ്റി, ഇതൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെയാണ് സോഷ്യൽ ഹിസ്റ്ററിക്കകത്ത് ഇൻക്ലൂഡ് ആയി വരുന്നത്. അപ്പൊ PFSH നമ്മുടെ കവേർഡ് ആയി. പാസ്റ്റ് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് ഫാമിലി ഹിസ്റ്ററി. ഇതിനെ 3നെയും കൂടെ നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത്, PFSH എന്ന് പറയും. പിന്നെ നമുക്ക് കാണാനുള്ളത് ഏതാണ്? യെസ്, ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് HPI. PFSH, ഈ 2 കമ്പോണന്റ് നമ്മുടെ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. ഇനി ഹിസ്റ്ററിക്കകത്ത് വരുന്ന 3ാമത്തെ ഒരു കമ്പോണന്റ് ഉണ്ട്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ROS. ROS എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് സിസ്റ്റംസ് എന്നാണ്. ഇപ്പൊ പേഷ്യന്റ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി വന്നെങ്കിലും ഡോക്ടറിന് ഡൗട്ട് തോന്നിട്ട് ഡോക്ടറിന് സിസ്റ്റംസ് ചെക്ക് ചെയ്യാം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ROS എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് സിസ്റ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ സിസ്റ്റം, ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് വെച്ചാൽ സ്കിന്ന് റിലേറ്റഡ് ടു സ്കിന്ന് വരും, ബ്രസ്റ്റ് വരും, ഇതൊക്കെ ഇന്റഗ്യുമെന്ററി സിസ്റ്റത്തിനകത്ത് വരാം. ന്യൂറോളജിക്കൽ സിസ്റ്റം വരാം, സൈക്യാട്രിക് വരാം, എൻഡോക്രൈൻ വരാം, ഹിമറ്റോളജിക് വരാം, ലിംഫാറ്റിക്, അലർജിക്, ഇമ്മ്യൂണോളജിക്, റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ, ജെനിറ്റോ-യൂറിനറി, മാസ്കുലോസ്കെൽറ്റൽ, ഇയർ, നോസ്, മൗത്ത്, ത്രോട്ട്, കാർഡിയോവാസ്കുലർ, ഐസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റംസ് ആണ്. അപ്പൊ ഏതൊക്കെ സിസ്റ്റത്തിനെ ഡോക്ടർ റിവ്യൂ ചെയ്തു? ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ഒരു എൻകൗണ്ടറിൽ ആ ഡോക്ടർ ഏതൊക്കെ സിസ്റ്റത്തെ താങ്കളുടെ എൻകൗണ്ടർ ചെയ്തു? ഇപ്പം ഒരു സിസ്റ്റത്തെ മാത്രമാണ് ചെയ്തത്, നിങ്ങൾ ഇന്ന് വന്ന പെയിനിനുള്ള ആ ഒരു സിസ്റ്റത്തെ മാത്രമാണ് ചെയ്തത്? അല്ല, വേറെയും സിസ്റ്റത്തിനെ ചെയ്തു, 2 സിസ്റ്റത്തിനെ ചെയ്തു. നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പൊ ആ പ്രോബ്ലത്തിനും കൂടെ ചെയ്തോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പെയിനിന് വന്നു, അപ്പോൾ പെയിനിന് വന്നപ്പോൾ അതിനുള്ള മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിനെ മാത്രമാണോ ചെയ്തത്? അതോ നിങ്ങൾക്കൊരു ഗ്യാസ്ട്രോ എൻഡർടൈസർ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിന് ആ സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്തോ? അപ്പോൾ ROS എന്ന് പറയുമ്പോൾ ഡോക്ടർ എത്ര സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്തു അതിനെ നമ്മൾ ഹിസ്റ്ററിയുടെ ആ ഒരു കമ്പണന്റിലാണ് പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഹിസ്റ്ററിയുടെ ലെവൽ കാണാൻ വേണ്ടി നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ്. 1 HPI, 2 PFSH, 3 ROS. ക്ലിയർ ആയല്ലോ? ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ലെവൽ ഏതാന്ന് കണ്ടുപിടിക്കാൻ പോവാ. ഓക്കെ, ആ ലെവൽ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തരവായാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, നമ്മുടെ ഇതിൽ കൊടുത്തിരുന്നതാണ്, ബുക്കിൽ കൊടുത്തിരുന്ന ഒരു ടോപ്പിക്കാണ് കൗൺസിലിംഗ് എന്നുള്ളത്. അത് നമ്മുടെ 3rd, 4th കമ്പോണന്റ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഒന്നിൽ പേഷ്യന്റിനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലിക്കോ
ഡോക്ടർ കൊടുക്കുന്ന ഒരു ഓറൽ സർവീസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ പറയുക, കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് ഡയഗ്നോസ്റ്റിക് റിസൾട്ട്സ് അല്ലെങ്കിൽ ഇംപ്രഷൻ പറയാനാവാം, പ്രോഗ്നോസിസ് ആവാം, റിസ്ക് ബെനിഫിറ്റ്. ഇപ്പോൾ ഒരു സർജറി ചെയ്താൽ അതിന്റെ റിസ്ക്കും ബെനിഫിറ്റ്സും ഒക്കെ അറിയണമല്ലോ. അപ്പൊ അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്നതാവാം, ഇൻസ്ട്രക്ഷൻ ഫോർ ട്രീറ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ചൂസ് ആൻഡ് മാനേജ്മെന്റ്, ഏത് ഇമ്പോർട്ടന്റ് ആണോ അതിനുള്ള കൗൺസിലിംഗ് ആവാം, റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ഉള്ള കൗൺസിലിംഗ് ആവാം, പേഷ്യന്റിന്റെ ഫാമിലി എഡ്യൂക്കേഷൻ ഉള്ള കൗൺസിലിംഗ് ആകാം. അപ്പൊ കൗൺസിലിംഗിനെ തന്നെ കുറെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൗൺസിലിംഗും ഒരു കീ കമ്പോണന്റ് തന്നെയാണ്. ഓക്കെ, കൗൺസിലിംഗിന്റെ കോഡ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം. ജസ്റ്റ് ഞാനിത് അവിടെ കൊടുത്തിരുന്നത് കൊണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ മെയിൻ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ലെവൽ കണ്ടുപിടിക്കാനുള്ള 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 1 HPI, 2 PFSH, 3 ROS. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയുടെ ലെവൽ അറിയാൻ എളുപ്പമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയാൽ മതി. ഓൾറൈറ്റ്, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ നേരത്തെ വരാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓൾറൈറ്റ്, പിന്നെ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ റിഗാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം. അതിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ളവർ മാത്രം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. ഈവൻ ഇഫ് ഞാൻ ആൻസർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫെലോ ആയിട്ട് പഠിക്കുന്നവർ അതിന് ആൻസർ ഒക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. Alright, so thanks for watching Zeal to Know. Bye bye. See you in the next video.